പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ എനിക്ക് ഒരു വാർത്തയുടെ തലക്കെട്ട് കണ്ടപ്പോൾ അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. ഉള്ളിൽ വല്ലാതെ നർമ്മബോധം വന്ന് ചിരിച്ചുപോയി. നിങ്ങളും ചില ആ വാർത്തകൾ നിങ്ങളെയും ചിരിപ്പിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. വേറൊന്നുമല്ല, SFIയുടെ ജില്ലാ പ്രസിഡന്റിന് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ഇടിമുറിയുടെ ചൂടറിയേണ്ടി വന്നു എന്നതാണ് വാർത്ത. ജില്ലാ പ്രസിഡന്റിനും ഇടി കിട്ടി എന്നാണ് തലക്കെട്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ അതിക്രമങ്ങളെ കുറിച്ചൊക്കെ നിരവധി വാർത്തകൾ വന്നതാണ്. അവിടെ SFIക്കാരല്ലാത്തവർക്കാണ് മർദ്ദനം കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് SFIക്കാരൻ അടി കിട്ടുന്ന സമ്പ്രദായം ഉണ്ടായി. ഇപ്പോഴിതാ അത് മൂത്ത് ജില്ലാ പ്രസിഡന്റിന് വരെ യൂണിവേഴ്സിറ്റിയിലെ SFI യൂണിറ്റ് ഭാരവാഹികളുടെ ഇടി കിട്ടിയിരിക്കുന്നു എന്നതാണ്. നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം. തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. 1 കിലോമീറ്റർ പോലും അകലമില്ല. ഒരു 500 മീറ്റർ മാത്രമേ വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തൊട്ടടുത്താണ്, വെളിപ്പാട് അകലെയാണ്. അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ ഇതുവരെയും നമ്മുടെ ഈ പല ഗവൺമെന്റുകൾ വന്നിട്ടും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന അവിടെ ഒരു ഫാസിസ്റ്റ് സംഘടനയായിട്ട് ഇങ്ങനെ മല പോലെ വളർന്നിരിക്കുന്നു, പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. സോഷ്യലിസം, ജനാധിപത്യം, സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് ഈ കൊടിയിൽ, അതായത് SFIയുടെ വെള്ളക്കൊടിയിൽ SFIയുടെ മുദ്രാവാക്യമായിട്ട് അവർ വച്ചിരിക്കുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്ക് ബാധകമല്ല. അവിടെ SFIക്കാരല്ലാത്തവർക്കോ SFIക്കാർക്ക് പോലും സ്വാതന്ത്ര്യമില്ല, ജനാധിപത്യമില്ല, സോഷ്യലിസവുമില്ല. ഇതാണ് അവിടുത്തെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞത്, ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ്, ഫാസിസ്റ്റ് സംഘടനയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI എന്നത്. എന്നാൽ ഇപ്പോൾ സംഭവം വളരെ ഗുരുതരമായിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റിന് പോലും തല്ല് കിട്ടുന്ന SFI യൂണിറ്റ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും തല്ല് കിട്ടുന്ന, ഇടിമുറിയിൽ കൊണ്ടിട്ട് തല്ലുന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ SFIയെ ജന്മം കൊടുത്ത് വളർത്തിയെടുത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു ഗൂണ്ട സംഘമായിട്ട് വളർത്തിയെടുത്ത പാർട്ടി നേതാക്കൾക്ക് തൊട്ടപ്പുറത്താണ്, ഇതേപോലെ സെക്രട്ടേറിയറ്റ് പോലെ തന്നെ തൊട്ടപ്പുറത്താണ് CPMന്റെ സംസ്ഥാന ഓഫീസ് AK സെന്റർ എന്ന് പറയുന്നത്. അതും സെക്രട്ടേറിയറ്റും ഈ യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ഈ അടുപ്പ് കൂട്ടിയതുപോലെ അടുത്തടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ എന്ത് സംഭവം നടന്നാലും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നേതാക്കന്മാർ, AK സെന്ററിൽ നേതാക്കന്മാർ വരികയും അവിടെ വന്നിട്ട് കുട്ടികൾക്ക് എല്ലാ പ്രചോദനവും നൽകിക്കൊണ്ട്, പിന്തുണയും നൽകിക്കൊണ്ട് അവർ കാണിക്കുന്ന സർവ്വ ആക്രമണ പ്രവർത്തനങ്ങൾക്കും സമരങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. CPM ഇടപെട്ടിട്ടും SFIയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും അവിടുത്തെ SFIക്കാരെ ഒതുക്കാനോ നിയന്ത്രിക്കാനോ അവരെ മര്യാദ പിടിപ്പിക്കാനോ കഴിയുന്നില്ല. യൂണിറ്റ് പിരിച്ചുവിട്ടു എന്ന് പാർട്ടി പറയുന്നു, SFI സംസ്ഥാന നേതൃത്വം പറയുന്നു, SFIയുടെ ജില്ലാ നേതൃത്വം പറയുന്നു അവിടെ യൂണിറ്റ് ഇല്ല, യൂണിറ്റ് ഞങ്ങൾ പിരിച്ചുവിട്ടു എന്ന്. പക്ഷേ അവിടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ യൂണിറ്റ് പ്രവർത്തകർ പറയുന്നു, ഞങ്ങളുടെ യൂണിറ്റ് ഒരുത്തനും വന്ന് ഇവിടെ പിരിച്ചുവിട്ടിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഇനി ജില്ലാ പ്രസിഡന്റ് തല്ലിയതാരൊക്കെന്നറിയണ്ടേ? സ്ഥിരം പ്രതികൾ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ യൂണിറ്റ് പിരിച്ചുവിടേണ്ടി വന്നത്, ആരെ കാരണം കാണോ അവന്മാർ തന്നെയാണ്, ആ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ SFI ജില്ലാ പ്രസിഡന്റിനെ തല്ലിയിരിക്കുന്നത്. 2022 അബ്ദുള്ള എന്ന് പറയുന്ന ഒരു SFI പ്രവർത്തകനെ, അദ്ദേഹം ഒരു വികലാംഗൻ കൂടിയാണ് കേട്ടോ, ആ അബ്ദുള്ളയെ 3-4 SFI പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി. ആലോചിച്ച് നോക്കുക. അതിന്റെ പ്രതികളാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിനെ തല്ലിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ട പ്രത്യേകത. ഇനി ഞാൻ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് വേണോ ഞാൻ ശ്രദ്ധിക്കാം. അതിനകത്ത് ഞാൻ പറയുന്നത്, ഈ അബ്ദുള്ള എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം SFIയുടെ പ്രവർത്തകനാണ്. ആ അബ്ദുള്ള ഒരു 2 തരത്തിൽ, ഒന്ന് അയാൾ ന്യൂനപക്ഷ അംഗമാണ്, 2 അയാളിൽ വികലാംഗനാണ്. ഈ 2 പ്രത്യേകതയുള്ള ഇയാളെയാണ് SFI പ്രവർത്തകർ മുറിയിൽ കൊണ്ടിട്ട് തല്ലിച്ചതച്ചത്. ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ തല്ലിച്ചതച്ചവരുടെ പേരുകൾ ഞാൻ പറഞ്ഞാൽ അത് മറ്റേ വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും അങ്ങനെ ഒരു ന്യൂനപക്ഷ അംഗത്തെ കേരളത്തിലല്ലാതെ
മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ വെച്ചാണ് ഇങ്ങനെ മർദ്ദിച്ചിരുന്നതെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടന, അവിടുത്തെ പ്രമുഖ വിദ്യാർത്ഥി സംഘടനയായ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ഈ അബ്ദുള്ളയെ ഇതേപോലെ അവരുടെ ക്യാമ്പസിനായിട്ട് അകത്തിട്ട് തല്ലിയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഈ SFI യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാർ പോലും മെഴുകുതിരിയും കത്തിച്ച് പുറത്തിറങ്ങുമായിരുന്നു. ഇതാ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല രാജ്യത്ത്, ഇതാ സംസ്ഥാനത്ത് UP-യിലും അല്ലെങ്കിൽ ഗുജറാത്തിലാണോ UP-യിലാണോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലാണോ അല്ലെങ്കിൽ രാജസ്ഥാനാണോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നടന്നിരുന്നുവെങ്കിൽ അവിടെ ഇതാ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു, കോളേജ് ക്യാമ്പസിൽ പോലും അവർക്ക് കയറാൻ പറ്റുന്നില്ല. ഇതാണ് ഇവിടുത്തെ ജനാധിപത്യ ധ്വംസനം, ഭരണഘടനാ വിരുദ്ധത എന്ന് പറഞ്ഞ് ഭരണഘടനയെ പൊക്കിപ്പിടിച്ച് ഇവരെല്ലാം സമരം ചെയ്യുമായിരുന്നു. ഇവിടെ ആരാണ് അതിനെതിരായിട്ട് ഈ അബ്ദുള്ളയെ തല്ലിയ 4 പേരുടെ പേരുകൾ കൂടി ഓർമ്മിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ വേറെ വശത്തേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ ഞാനൊന്ന് ഓർമ്മിച്ചതേ ഉള്ളൂ. കേരളത്തിലല്ല മറ്റു സംസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇത് വല്ലാതെ കത്തിപ്പടരുമായിരുന്നു, വേറെ റാങ്കിലേക്ക് എത്തുമായിരുന്നു. കേരളത്തിലായിരുന്നും പറയാനുള്ള ചങ്കൂറ്റമുള്ള ആൾക്കാരൊന്നും ആരുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോട്ടെ, എന്തായാലും ഈ SFIക്ക് ഇപ്പോൾ ഈ സ്ഥിരം അവിടെ ഒരു ഗുണ്ടകളുടെ അല്ലെങ്കിൽ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. 2019 നമ്മൾ കണ്ടതാണ്, ജൂലൈ മാസത്തിലാണ് അവിടെ സംഭവം നടന്നത്. അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ SFIയുടെ ശിവരഞ്ജിത്തും നസീം എന്ന് പറഞ്ഞ 2 പേര് ആക്രമിക്കുകയും അതിൽ കൂടെ പങ്കാളികളായിട്ടെല്ലാം അവിടെ ഒരു 19 പേരുണ്ട്. അങ്ങനെ ആ കേസിൽ 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ ശിവരഞ്ജിത്ത് നസീമും കൂടി ഈ അഖിലിനെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുകയായിരുന്നു. ഈ അഖിൽ എന്ന് പറയുന്നതും SFI പ്രവർത്തകനാണ്, SFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. ഈ ശിവരഞ്ജിത്തും അതുപോലെ ഈ നസീമും SFIയുടെ പ്രവർത്തകരാണ്. അവരെ ഇടിമുറിയിൽ കൊണ്ടിട്ട് തല്ലുകയും നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുകയും ചെയ്ത വലിയൊരു സംഭവം കേരളത്തിൽ വളരെ വിവാദമായ ഒരു സംഭവമാണ്. അപ്പൊ അതിനുശേഷം അവരെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ വളരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് എടുത്തത്. അവർക്കെതിരെ കേസെടുത്തു, അവരെ പലയിടത്തും പോയി അന്വേഷിച്ചു, അവരെ പിടികൂടി, പല പ്രതികളെയും ഒളിവിൽ പോകാൻ അനുവദിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയായ ഹൈദർ എന്ന് പറയുന്ന ഒരു പ്രതിയെ, അയാള് നെയ്യാറ്റിൻകര ആറാലമൂട് സ്വദേശിയാണ്. അയാളെ ഇവിടെ നിന്ന് ഒളിവിൽ പോകാൻ പോലീസ് എല്ലാ സംവിധാനം ചെയ്തു കൊടുത്തു. അയാള് ബാംഗ്ലൂരിൽ പോയി കുറെ കാലം ഒളിവിൽ പോയി. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ 19 പ്രതികളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ 19 പലരെയും പിടിക്കാൻ പറ്റാതെ അവർ ഒളിവിലാണെന്ന് പോലീസ് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ട് റിമാൻഡിൽ കഴിയുന്നവർക്ക് മോചനം കിട്ടാൻ അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയും ചെയ്തു പോലീസ്. അവിടെയാണ് ഞാൻ പറഞ്ഞ പോലീസ് ഈ പ്രതികൾക്ക് സഹായകരമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന്. ബോധപൂർവമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാറുള്ളത്. ഒരു നിശ്ചിത കാലയളവ് 3 മാസത്തിനകം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളൊരു നിയമമുണ്ട്. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ പ്രതികളെ ജാമ്യത്തിൽ വിടാൻ അനുവാദമുണ്ട്. അങ്ങനെ ബോധപൂർവം പോലീസ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നു. പോലീസ് പറഞ്ഞ ന്യായീകരണം എല്ലാ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കാരണം പല പ്രതികളും ഇതിനകത്ത് ഹൈദർ എന്ന് പറയുന്ന പ്രതി എന്ന് പറയുന്നത് ഒരു CPM MLA PAയുടെ മകനാണ്. സ്വാഭാവികമായിട്ട് അയാളെ പിടികൂടാൻ ബുദ്ധിമുട്ടായിരിക്കും പോലീസിന്. അയാൾ ബാംഗ്ലൂരിലാണ് കുറെ കാലം ഒളിവിൽ കഴിഞ്ഞത്. പിന്നീട് അയാൾ വന്നിട്ട് ഇവിടെ കീഴടങ്ങിയാണ് ഉണ്ടായത്. പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ SFI പരിപൂർണമായിട്ടും ഇങ്ങനെ വളർത്തി വലുതാക്കി കക്ഷത്ത് വെക്കാനും കഴിയില്ല, മടിയിൽ വെക്കാനും കഴിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ വളർത്തി വലുതാക്കിയത് CPM നേതാക്കളാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും നേരിട്ട് അനുഭവമുള്ളതാണ്. അവിടെ നടക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നത് CPMന്റെ പ്രമുഖരായ നേതാക്കളാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കയറി പ്രിൻസിപ്പലിനെ വിരട്ടുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം അവിടെ സമരം നടത്തുമ്പോൾ സമരത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ പോലീസ് കയറിയപ്പോൾ പോലീസ് കയറാൻ അനുവദിച്ച എന്തിനാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് പ്രിൻസിപ്പളിനെ മുമ്പിൽ തട്ടിക്കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ അവിടെ മാത്രമല്ല അവിടുത്തെ അധ്യാപകരും ഈ SFI പ്രവർത്തകർക്ക് അടിമപ്പെട്ടാണ് കഴിയുന്നത്. അവർക്ക് ഭയമാണ്. അവർ സംഘടനാപരമായ അടിമത്തമുണ്ട് ഈ അധ്യാപക സംഘടനകൾക്ക്. അതുപോലെ തന്നെ അവർക്ക് ഭയമാണ്. അവരുടെ കാറിനെ ഉപദ്രവിക്കും,
അവരെ ക്ലാസ് മുറിയിൽ കയറുമ്പോൾ അവരെ ഉപദ്രവിക്കും എന്നതുകൊണ്ട് അവര് പലപ്പോഴും ഈ SFI ഗുണ്ടകളുടെ കൂടെ നിൽക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ്. പ്രിൻസിപ്പളിനൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അവിടെ പലപ്പോഴും നടപടിയെടുക്കാൻ ശ്രമിക്കുന്ന പല പ്രിൻസിപ്പളും, ഞാൻ പേര് പറയുന്നില്ല, പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ആയി മാറിയ പിന്നെ വർഗീസ് ഉൾപ്പെടെയുള്ള പല പിന്നെ പ്രിൻസിപ്പൽമാരും നടപടിയെടുക്കാനും അവിടെ അച്ചടക്കം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാം ഈ അധ്യാപകരും കൂടെ ചേർന്നുകൊണ്ടാണ് അവരെല്ലാം അവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചത്. പാർട്ടിക്ക് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നിനും ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ്. ഇറക്കി കഴിഞ്ഞാൽ ദഹിക്കാതെ അവിടെ കിടന്ന് നാശമാകും, അത് ജീർണതയ്ക്ക് കാരണമാകും. സ്വാഭാവികമായിട്ടും ഇത് ജീർണതയുടെ പരിപൂർണമായ അങ്ങേയറ്റത്തെ ലക്ഷണമാണ് യൂണിവേഴ്സിറ്റി കോളേജ് കണ്ടത്. SFIയുടെ ജില്ലാ നേതാവ് ഇപ്പോൾ പറയുന്ന പാർട്ടിക്കാരോട് ചെന്ന് കരഞ്ഞു പറയുകയാണ്, SFIയുടെ സംസ്ഥാന നേതാക്കളോടും പാർട്ടി നേതാക്കളോടും പറയാം, നിങ്ങൾ ഇതിലിടപെടണം എന്ന്. കാരണം അടി കിട്ടിയിരിക്കുന്നു. പക്ഷെ ഒരു പരാതി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പരാതി കൊടുത്തു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? ഒരു SFI നേതാവ് ജില്ലാ പ്രസിഡന്റിന് യൂണിറ്റിനകത്ത് കയറി SFI യൂണിറ്റുകാർ അടിച്ചു എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പരാതിയൊന്നും പോലീസ് കൊടുത്തിട്ടില്ല. പക്ഷെ സംഭവം നടന്നിരിക്കുന്നു. എന്തായാലും ഒരു തികഞ്ഞ ഫാസിസ്റ്റ് സംഘടനയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI. പൊതുവിലെ SFI അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സിദ്ധാർത്ഥ സംഭവങ്ങളൊക്കെ നടന്നത്. ഒരു ഫാസിസ്റ്റ് സംഘടന ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കേരളത്തിൽ സംഭവിച്ചത്. അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ അതാണ് സംഭവിക്കുന്നത്. പാർട്ടിക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റാതായിരിക്കുന്നു. പാർട്ടി നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. യൂണിറ്റ് പിരിച്ചുവിടാൻ കഴിയുന്നില്ല. അവിടെ യാതൊരു കൺട്രോൾ ഇല്ലാതായി. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അനാവശ്യമായിട്ട് അവർക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുത്ത് അവർക്ക് എന്തൊക്കെ മോഹം വെച്ച് ഇവരെ ഇങ്ങനെ വളർത്തിയെടുത്ത്. എന്തിനാണ് ഇങ്ങനെ വളർത്തിയത്? അതും കൂടെ ഞാൻ പറയാം. കാരണം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ളതാണ്. സെക്രട്ടേറിയറ്റിലേക്ക് എന്തെങ്കിലും സമരങ്ങളോ ഒക്കെ നടക്കണമെങ്കിൽ, അവിടെ ആളെ കൂട്ടണമെങ്കിൽ ഈ രണ്ട് സംസ്കൃത കോളേജിലെയും യൂണിവേഴ്സിറ്റി കോളേജിലെയും കുറച്ച് SFIക്കാർ അവിടെ വേണം. ആൾ കൂട്ടാൻ വേണ്ടിയിട്ടും അക്രമം കാണിക്കാനും കല്ലെറിയാനും കമ്പെറിയാനും ഒക്കെ അവിടെ ആൾ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കിയെടുക്കണം. അവിടെ കുറെ അക്രമികളും കുറെ പിന്നെ അക്രമം, ഈ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് അക്രമം കാണിക്കാൻ വലിയ വാസന ഉണ്ടാവും. അതിനെല്ലാ പ്രോത്സാഹനവും കൊടുത്ത് അതിന് പോലീസ് സംരക്ഷണവും കൊടുത്ത് അവർക്ക് ബാക്കി കിടക്കാനും തിന്നാനുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലെ ഈ അക്രമവാസന കൂടുകയുള്ളൂ. അത് ഈ CPM നേതാക്കൾക്ക് അറിയാം. അത് അവർക്ക് ആവശ്യമാണ്. അവർക്ക് അത് ഉപയോഗപ്പെടുത്താനാണ്. കാരണം സെക്രട്ടേറിയറ്റ് മൂലം നടക്കുന്ന സമരങ്ങളെ അവർക്ക് വിജയിപ്പിക്കണമെങ്കിൽ ഇത്തരം കുറെ ഗുണ്ടകൾ ഉണ്ടായാലേ പറ്റും. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചു കടിച്ചിരിക്കുന്നു. പാല് കൊടുത്തത് പാമ്പ് കൈക്ക് പോലും കൊത്താൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് കാണുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ജീർണതയുടെ അങ്ങേ അറ്റമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നമുക്ക് പ്രകടമാകുന്നത്.